السلام عليكم ورحمة الله وبركاته. الحمد لله الذي كفى والصلاة والسلام على نبي المصطفى وعلى آله وأهل صدقه والوفاء أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نصر من الله وفتح قريب. صدق الله. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധവും പരിപാവനവുമായ റജബ് മാസത്തിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തിന്മകളും അല്ലാഹു തആല മായ്ച്ചു കളയുമാറാവട്ടെ. നമ്മുടെ ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ സദുദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തിയാക്കി തരുമാറാവട്ടെ. നമ്മുടെ ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾക്ക് അല്ലാഹു തആല തീർത്ത് തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിൻ്റെ സവാബ് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പല നിലക്കുമുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. വീട്ടിൽ, കുടുംബത്തിൽ, ഹോസ്പിറ്റലൊക്കെ ആയിക്കൊണ്ട് അല്ലാഹു തആല എല്ലാവർക്കും ഇൽമിൻ്റെ ബർക്കത്ത് കൊണ്ട് ഖൈറായ ശിഫാ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധവും പരിപാവനവുമായ ഈ പുണ്യമാക്കപ്പെട്ട റജബ് മാസം വളരെയേറെ ആദരവോടെയും ബഹുമാനത്തോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും നാം ഉപയോഗിക്കേണ്ടതായ ഒരു മാസമാണ് ഈ മാസത്തെ. നമുക്കറിയാം, റജബ് എന്നത് തർജീബ് എന്നതിൽ നിന്ന് പിടിക്കപ്പെട്ടതായ ഒരു വാക്കാണ്. മാത്രമല്ല, തർജീബ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റെസ്പെക്റ്റ് എന്ന് വെച്ചാൽ ബഹുമാനിക്കേണ്ട മാസമാണ് ഈ മാസം. ഈ മാസത്തെ വേണ്ടതുപോലെ പരിഗണിക്കേണ്ടതുണ്ട്, വേണ്ടതുപോലെ ബഹുമാനിക്കേണ്ടതുണ്ട്. ഇതിലെ സമയങ്ങളും ഓരോ സെക്കൻഡുകളും വളരെയേറെ പവിത്രമാണ്, വിലപ്പെട്ടതാണ് എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദരിക്കേണ്ട മാസമായിട്ടാണ് ഈ തർജീബ് എന്നുള്ള പദം കൊണ്ട് ഈ ഒരു മാസത്തെ സൂചിപ്പിക്കുന്നത്. മറ്റൊരു വ്യാഖ്യാനം കാണാം, തർജീബ് എന്നാൽ ഒരുങ്ങി തയ്യാറാവുക എന്നുണ്ട്. എന്തിനു വേണ്ടിക്കൊണ്ട്? സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി, ഒരുപാട് നന്മയായ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ വേണ്ടിക്കൊണ്ട്, ഇബാദത്തിന് വേണ്ടിക്കൊണ്ട് ഒരുങ്ങി തയ്യാറാവേണ്ട മാസമാണ് ഈ റജബ് മാസം എന്ന് സൂചിപ്പിക്കാം. അതുപോലെ തന്നെ റജബിനെ കുറിച്ച് ഷഹ്റുർ റജ്മ് എന്നുള്ള ഒരു വാക്ക് വരാൻ കാരണം, ഷഹ്റുർ റജ്മ് എന്ന് പറഞ്ഞാൽ ആട്ടിയോടിക്കപ്പെടുന്ന മാസമാണ്. കാരണം വിശ്വാസികളെ ബുദ്ധിമുട്ടാക്കുന്ന പിശാചുക്കളെ ആട്ടിയോടിക്കുന്ന മാസമാണ് ഈ റജബ് മാസം എന്ന് മറ്റൊരു വ്യാഖ്യാനം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റജബിന് ഷഹ്റുൽ അസ്വബ് എന്നുള്ള ഒരു നാമവുമുണ്ട് എന്നാണ്. ചൊരിയുന്ന മാസം. അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ റഹ്മത്തും ഒരുപാട് അവൻ്റെ അടിമകൾക്ക് ചൊരിഞ്ഞു കൊടുക്കുന്ന മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഈ റജബ് മാസം എന്ന് മറ്റൊരു വ്യാഖ്യാനം കാണാം. അതുപോലെ തന്നെ ഈ റജബ് മാസത്തിന് ഷഹ്റുൽ അസ്വമ് എന്ന് കാണാൻ പറ്റും. ഷഹ്റുൽ അസ്വമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗനത്തിൻ്റെ മാസം എന്നാണ്. അറബികൾ കാലഘട്ടത്തിൽ നമുക്കറിയാം, യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ റജബ് മാസം വന്നു കഴിഞ്ഞാൽ അവർ ആയുധങ്ങളൊക്കെ എടുത്തു വെക്കും. പിന്നെ ആയുധങ്ങൾ പരസ്പരം കൂട്ടിയരസുന്ന ശബ്ദങ്ങളൊന്നും കേൾക്കുമായിരുന്നില്ല. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ തൻ്റെ പിതാവിനെ കൊന്നു, എന്നിട്ട് ആ പിതാവിനെ കൊന്ന ഘാതകനെ അന്വേഷിച്ച് നടക്കുകയും റജബ് മാസത്തിലാണ് അദ്ദേഹത്തെ കണ്ടു കിട്ടിയതെങ്കിൽ പരസ്പരം കാണാത്ത രൂപത്തിൽ അവർ നടക്കുമായിരുന്നു. അത്രത്തോളം മൗനം പാലിച്ചിരുന്ന ഒരു മാസമായിരുന്നു, അത്രത്തോളം അവർ ആദരിച്ചിരുന്നൊരു മാസമാണ്. അതുപോലെ തന്നെ ഷഹ്റുൽ അസ്വമ് എന്ന് പേര് വെക്കാനുള്ള മറ്റൊരു കാരണം കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ കോപം ഒരാൾക്കും ലഭിക്കാത്തൊരു മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം. അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞകാല സമുദായങ്ങളൊക്കെ ശിക്ഷിക്കാൻ വേണ്ടിക്കൊണ്ട് പല മാസങ്ങളും തിരഞ്ഞെടുക്കുമ്പോൾ റജബ് മാസത്തെ എന്താവാറില്ല, ശിക്ഷയ്ക്ക് വേണ്ടിക്കൊണ്ട് തിരഞ്ഞെടുക്കാറില്ല എന്ന് ചരിത്രം കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അത്രത്തോളം വളരെയേറെ മഹത്വവും പവിത്രതയുമുള്ള പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഒരുപാട് നന്മകളുമായി കൊണ്ട് മുന്നോട്ട് പോകുവാനും ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാനും വരും മാസങ്ങളിലേക്ക് ഈ ഒരു മാസം ഇബാദത്തിന് വേണ്ടിക്കൊണ്ട് പ്രചോദനമാവേണ്ടതുണ്ട്. മാത്രമല്ല, പരിശുദ്ധമാക്കപ്പെട്ട ഈ റജബ് മാസം വിത്ത് പാകാനും ശഅബാനിൽ വെള്ളമൊഴിക്കാനും റമദാനായി കഴിഞ്ഞാൽ കൊഴുത്തിൻ്റെ മാസമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഈ റജബ് മാസത്തെ വേണ്ടതുപോലെ ആദരിക്കാനും ബഹുമാനിക്കാനും ഒരുപാട് സുഹൃതങ്ങൾ കൊണ്ട് ജീവിതങ്ങൾ ധന്യമാക്കുവാനും വരും മാസങ്ങളെ നല്ലതുപോലെ വരവേൽക്കാനും ഒക്കെ അല്ലാഹു തആല നമുക്ക്
ആയുസ്സും ആരോഗ്യവും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇത്രത്തോളം മഹത്വവും പവിത്രതയും ഈ മാസത്തിനുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് മറ്റുള്ള മാസങ്ങളെപ്പോലെയല്ല, കൃത്യമായിക്കൊണ്ട് ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്താതെ നാം വിനിയോഗിക്കേണ്ടതായ ഒരു മാസമാണ് ഈ റജബ് മാസം എന്നുള്ളത്. അപ്പോൾ ഈ റജബിൻ്റെ വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങൾ നാം പരിശോധിക്കുമ്പോൾ റജബിന് ഇത്രത്തോളം മഹത്വമുണ്ട് എന്ന് നാം അറിയേണ്ടതും അതിനനുസരിച്ചുകൊണ്ട് ഈ റജബ് മാസത്തെ നാം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തേണ്ടതുമാണ്. അനാവശ്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് അനാവശ്യമായ സമയം മറ്റുള്ള നിലക്കൊന്നും ചെലവഴിക്കാതെ സാധിക്കുന്ന രൂപത്തിലൊക്കെയുള്ള ഇബാദത്തുകളുമായി കൊണ്ട് തന്നെ ധന്യമാക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.